രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് എങ്ങോട്ട് പോകണമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നാളെ കാശിയുടെ 1-ാം പിറന്നാളാണ്. ഇന്ന് നമുക്ക് കുറച്ച് അലങ്കോല പരിപാടികൾ അവിടെ ഉണ്ട്. നിങ്ങൾ കൂടുന്നു ഞങ്ങളോടെ. എന്നാൽ വീഡിയോ മുഴുവനായും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ലൈറ്റ് വർക്ക് ഞാനും സുൽഫി ഏറ്റെടുത്തത് കൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് തന്നെ ആവശ്യമായ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി റെഡിയാക്കി വെച്ചു. സൗണ്ടിനായിട്ട് 15-ന്റെ അഹൂജയുടെ 2 പെട്ടി എടുത്ത് വെച്ചപ്പോഴാണ് നമ്മുടെ സുമിത്തിന്റെ കയ്യിലൊരു വലിയ ബ്ലൂടൂത്ത് സ്പീക്കർ ഉള്ള കാര്യം ഓർമ്മിക്കുന്നത്. അങ്ങനെ സൗണ്ട് ക്യാൻസൽ ചെയ്തു. നല്ല വിശപ്പോടെ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് നല്ല ചൂട് പുട്ടും നല്ല മീൻകറി, പിന്നെ അതും തട്ടി. എനിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് സുമിത്തിന്റെ കാറും എടുത്ത് പോകാമെന്നും പറഞ്ഞാണ് നിന്ന്. അപ്പോഴാണ് 8-ന്റെ പണി കിട്ടിയത്. ടയറ് ഊരി പഞ്ചറുകടെ വന്ന് പഞ്ചർ ഒട്ടിച്ചിട്ട് പോയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പഞ്ചർ പണി നിന്ന് ലേറ്റാക്കിയത് കൊണ്ട് ഞാനും മഞ്ജിത്തും ഐഷുവും ശാലുവും മാളവും കൂടി എങ്ങനെയോ ഇവിടെ എത്തി. കഴക്കൂട്ടത്ത് വെച്ചാണ് പരിപാടി. ഞങ്ങൾ പെരുമാതുര വഴിയാണ് വന്നത്. അപ്പൊ അവിടുത്തെ വീഡിയോസ് പഞ്ചർ കാരണം പോയി. ചായ കുടിക്കാന്നും പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് അടുത്ത പണി. ചായ ഇട്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഗ്യാസ് തീർന്നു. ചേട്ടൻ വണ്ടി എടുത്തിട്ട് വാ, അപ്പുറം വരെ പോയാൽ പുതിയ കുറ്റി കിട്ടുമെന്ന് കൊച്ചു പറഞ്ഞെങ്കിലും അപ്പുറം വരെയല്ലേ നടന്നു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടി. 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നു. പിന്നെ മഞ്ജിത്തും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് പാതി ചുമട് കുറഞ്ഞു കിട്ടി. കാശിക്ക് ജലദോഷം ആയതുകൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് നമ്മളെ പിള്ളേര് സാധനങ്ങളായിട്ട് ഇങ്ങെത്തി. അൺലോഡിങ്ങും കഴിയാറായി. സാധനങ്ങൾ എത്തിയോടുകൂടി ലേറ്റാക്കണ്ടെന്നും പറഞ്ഞ് നമ്മളെ പരിപാടി നമ്മൾ തുടങ്ങി. സ്റ്റേജിന്റെ പരിപാടി ഇന്ന് തീർത്ത് ലൈറ്റിന്റെ പരിപാടി നാളെ തീർക്കാന്നുള്ള നിലപാടിലായി. ആദ്യമേ റാമ്പ് സെറ്റ് ചെയ്ത് ഗ്രില്ലെടുത്ത് വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലായിട്ടായി. ബർത്ത്ഡേ ചെറുക്ക ഉറങ്ങിയിട്ടില്ല, നമ്മളെ കൂടെ തന്നെ ഉണ്ട് അവനും. എല്ലാവരും കൂടി ആയപ്പോൾ സ്റ്റേജിന്റെ 3/4 ഭാഗം പണിയും പെട്ടെന്ന് തീർന്നു. എല്ലാവർക്കും വിശപ്പുമായി. എല്ലാവരും പോയി ചോറും കഴിച്ചിട്ട് പിക്സലിന്റെ പണിയും കൂടി തീർക്കാന്ന് വെച്ച്. പിക്സലിന്റെ പണി തീർന്നിട്ടാണ് സുൽഫിയും മിട്ടും ചോറ് കഴിച്ചത്. കൂട്ടിന് കൊച്ചും ഉണ്ട്. അപ്പോഴേക്കും സുമിത്തും രാജേഷും ഉറക്കായി. രാജേഷ് എവിടെയെന്നല്ലേ? ദേ കിടക്കുന്നു അവൻ. എന്തിനാണ് ഇവിടെ കയറി കിടന്നതെന്ന് അവനും ഒരു പിടിയില്ല. ഇന്നത്തെ പണി ഒരുവിധം ഒതുങ്ങിയതോടുകൂടി കുറച്ച് കുശലം പറച്ചിലായി. അപ്പോഴും നമ്മളെ ഷിയാസും അൻവറും ചെറിയ ചെറിയ പണികളിലാണ്. 3 മണിയായത് ആരും അറിഞ്ഞില്ല. നാളെ നേരത്തെ എഴുന്നേറ്റാലേ ബാക്കിയുള്ള പണികൾ തീർക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കിയതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ ഭാഗത്തായിട്ട് ചെരിഞ്ഞു. പെങ്കൊച്ചുങ്ങളെയെല്ലാം റൂമിനകത്തും ആക്കി. രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരായി റെഡിയാവാൻ തുടങ്ങി. കാപ്പിക്ക് ചപ്പാത്തിയും ഉള്ളിക്കറിയും. ഇന്നലെ 2 പേർക്കുള്ള ചോറ് ബാക്കിയൊന്നു. അതിൽ വെള്ളം വീത്തിയിട്ടിരുന്നുകൊണ്ട് എനിക്കും ബാലുവിനും കുശാലായി. പഴഞ്ചോറ് കുടിക്കാൻ പറ്റി. രാവിലെ പഴഞ്ചോറ് കുടിച്ചിട്ട് നിൽക്കുന്നതിന്റെ ഉഷാറ് വേറെ എന്ത് കഴിച്ചാലും കിട്ടത്തുമില്ല. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏറെ വൈകിക്കാതെ തന്നെ ഞങ്ങളെ പണിയിലോട്ട് കടന്നു. ഷിയാസും അൻവറും സ്റ്റേജിൽ തന്നെ. ഡെക്കറേഷൻ പണി ബാക്കിയുണ്ടേ. ഇപ്പോൾ സമയം 3:30. ഈ കാണുന്ന ബലൂൺ ആർച്ചൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ പണി കഴിയും. എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. വൈകിട്ട് 7 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനലി നമ്മളെ പരിപാടി എല്ലാം ഒതുക്കി നമ്മൾ ചോറ് കഴിക്കായിരുന്നു. തിന്ന ചോറ് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് എന്തോ ബാലുവിനപ്പ പാടണമെന്ന്. അപ്പൊ നിങ്ങൾ അവന്റെ പാട്ടൊന്ന് കേട്ടിട്ടാ. പാട്ടും കുത്തും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും പരിപാടി തുടങ്ങാൻ സമയമായി. എല്ലാവരും ഇവിടെ റെഡിയാണ്. അപ്പോഴേക്കും നമ്മളെ ചെറുക്കൻ താ എത്തി. ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിപ്പിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും ആൾക്കൂട്ടവും ഈ സ്റ്റേജ് ഡെക്കറേഷനും കേക്കും എല്ലാം കണ്ടപ്പോഴത്തേനും കാശി അന്തം വിട്ടു. എന്താ നടക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് കൊണ്ടായിരിക്കാം അല്ലേ. കേക്ക് കട്ടിങ് കഴിഞ്ഞു. അടുത്തത് ഫോട്ടോഷൂട്ടാണ്. അത് നടക്കുമ്പോഴത്തേക്കും നമ്മൾ പയ്യന്മാർക്ക് കുറച്ച് ജോലിയുണ്ട്. ഇതാണ് ആ ജോലി. അധികം ആളില്ലാത്തത് കൊണ്ട് കാറ്ററിംഗ് നമ്മൾ തന്നെ ഏറ്റെടുത്തു. പയ്യന്മാരുടെ എണ്ണം കൂടുതലാണേ. ടേബിളെല്ലാം ആദ്യമേ സെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫുഡ് അറേഞ്ച് ചെയ്യുന്ന പരിപാടി മാത്രം പെൻഡിങ് ആയി. വന്ന പാത്രത്തിൽ നിന്നും വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കലായി. ഓരോരുത്തരായി കഴിക്കാനും എത്തി. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ഇതാണ് ഫുഡ്. രേത്ത് ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമ്മളെ കൂട്ടത്തിൽ ആർക്കെന്ത് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും രേത്തിനെയാണ് വിളിക്കാറ്. അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനേ അവന് സമയം കാണുള്ളൂ. വന്ന ഗസ്റ്റുകളെല്ലാം പോയി. ഫോട്ടോഷൂട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കാം. അതേ ചപ്പാത്തിയും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും തന്നെയാണ് നമ്മളും കഴിച്ചത്.
150 പേർക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അധികവുമായില്ല, എന്നോട്ട് കുറഞ്ഞും പോയില്ല. എല്ലാവർക്കും രാവിലെ പോകണമെന്നുള്ളത് കൊണ്ട് കെട്ടിയ സ്റ്റേജിന് ലൈറ്റും എല്ലാം ഒക്കെ രാത്രി തന്നെ ഇന്നും കഴിച്ചു. പണിയെല്ലാം തീർത്ത് എല്ലാരും കിടക്കാനുള്ള തന്ത്രപ്പാടിലാണ്. 1.5 വയസ്സുള്ള ഒരു കൊച്ചിന്റെ അമ്മയാണെങ്കിലും വാവച്ചിക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. ആളെണ്ണം കൂടിയപ്പോഴ് നമ്മളെ കിടത്ത ഇന്ന് ടെറസിലെ നല്ല തണുപ്പുമുണ്ട്. രാവിലെ എഴുന്നേറ്റ് എല്ലാരും പോകാൻ വേണ്ടി റെഡിയാകുന്ന തിരക്കിലാണ്. സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി കഴിഞ്ഞു. ഇനി പോയാൽ മതി. ഞാനും ഐഷുവും മാളവും മഞ്ജിത്തും കാറിൽ വരാമെന്നും പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം വണ്ടി കയറ്റി പറഞ്ഞു വിട്ടു. അവരെല്ലാം ടാറ്റയും തന്ന് ദാ പോണു. അങ്ങനെ കാശിയുടെ ബർത്ത്ഡേ ആഘോഷിച്ച സന്തോഷത്തിൽ അവര് പോവുകയാണ്. എല്ലാരും പോയ വിഷമത്തിലാണ് കൊച്ചു. ഞാനൊന്ന് കരയിക്കാൻ ശ്രമിച്ചെങ്കിലും അന്നേരം നടന്നില്ല. പക്ഷേ റൂമിനകത്ത് പോയി കിടന്ന് നല്ല കരച്ചിലായിരുന്നു. പാവം. നിങ്ങൾക്ക് കാണില്ലേ ഇതുപോലെ കുറെ സുഹൃത്ത് ബന്ധങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി ആരൊക്കെ വന്നാലും പോയാലും നിങ്ങളുടെ പഴയ സുഹൃത്ത് ബന്ധങ്ങളും അതുപോലെ നിലനിർത്തുക. ഓരോ സൗഹൃദം എന്ന ചില്ലകളാണ് ജീവിതം എന്ന മരത്തെ അത്രയേറെ മനോഹരമാക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ഇല്ലേലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.